സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായത് എന്നാണ്? ഉത്തരം 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ ചേർന്ന വിപുലമായ കൺവെൻഷനിൽ വെച്ച്. സമസ്ത രൂപീകരണ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ഉത്തരം സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയത്തങ്ങൾ. സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. എത്ര വർഷക്കാലമാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായത്? ഉത്തരം 6 വർഷക്കാലം, 1926 മുതൽ 1932 വരെ. സമസ്തയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ, കോഴിക്കോട്. പി മുഹമ്മദ് മുസ്ലിയാർ എത്ര വർഷക്കാലം സമസ്തയുടെ സെക്രട്ടറിയായി സേവനം ചെയ്തു? ഉത്തരം 24 വർഷം, 1926 മുതൽ 1950 വരെ. സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ഉത്തരം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. സമസ്തയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആര്? ഉത്തരം പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് പദവി അലങ്കരിച്ച പണ്ഡിതൻ? ഉത്തരം ഷേഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, 26 വർഷക്കാലം. ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ സെക്രട്ടറി ആയ പണ്ഡിതൻ? ഉത്തരം ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, 39 വർഷക്കാലം. സമസ്ത രജിസ്റ്റർ ചെയ്യുന്നതെന്ന്? ഉത്തരം 1934 നവംബർ 14. സമസ്തയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്ന്, എവിടെ വെച്ച്? ഉത്തരം 1927 താനൂരിൽ വെച്ച്. സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം നടന്നതെന്ന്, എവിടെ വെച്ച്? ഉത്തരം 1985 ഫെബ്രുവരി 1, 2, 3 കോഴിക്കോട് 4 കേന്ദ്രങ്ങളിലായി. സമസ്തയുടെ പ്രഥമ കീഴ്ഘടകം? ഉത്തരം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. സമസ്തയുടെ പ്രഥമ പ്രസിദ്ധീകരണം? ഉത്തരം അൽ ബയാൻ. സമസ്തയുടെ ദിനപത്രം? ഉത്തരം സുപ്രഭാതം. സമസ്തയുടെ മേൽനോട്ടത്തിൽ സ്ഥാപിതമായ പ്രഥമ സ്ഥാപനം? ഉത്തരം പട്ടിക്കാട് ജാമിയ നൂരിയ. ജാമിയ നൂരിയ സ്ഥാപിതമായതെന്നാണ്? ഉത്തരം 1962 സെപ്റ്റംബർ 15. സമസ്തയുടെ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? ഏതെല്ലാം? ഉത്തരം 3 എണ്ണം. വെളുപ്പ്, പച്ച, മാന്തളിർ. ചുവപ്പിനോട് സാദൃശ്യമുള്ള മാന്തളിർ നിറം സൂചിപ്പിക്കുന്നതെന്ത്? ഉത്തരം നവത്വവും ഊർജ്ജസ്വലതയും. പതാകയിലെ വെളുപ്പ് നിറം പ്രതിനിധാനം ചെയ്യുന്നതെന്ത്? ഉത്തരം സത്യസന്ധത. പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നതെന്ത്? ഉത്തരം വിശ്വാസദാർഢ്യത. പതാകയിലെ വെള്ള പ്രതലത്തിൽ നീല നിറത്തിലുള്ള കുബ്ബയും മിനാരവും കാണാൻ കഴിയുന്നു. എന്തിനെയാണ് അവകൾ സൂചിപ്പിക്കുന്നത്? ഉത്തരം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ. ത്രിവർണ്ണ പതാകയ്ക്ക് സമസ്ത അംഗീകാരം നൽകിയതെന്ന്? ഉത്തരം 1963 ഡിസംബർ 9. സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന യുവജന കൂട്ടായ്മ? ഉത്തരം SYS. പതാകയുടെ നീളം, വീതി, അനുപാതം എന്നിവ എത്ര? ഉത്തരം 3:2. സമസ്തക്ക് കീഴിലെ വിദ്യാർത്ഥി സംഘടന? ഉത്തരം SKSSF. SKSSF രൂപം കൊള്ളുന്നത് എന്ന്? ഉത്തരം 1989 ഫെബ്രുവരി 21. 40 അംഗങ്ങൾ അടങ്ങുന്ന സമസ്തയുടെ പരമോന്നത ഭരണ സമിതി ഏതാണ്? ഉത്തരം മുഷാവറ. കേസ് കാരണം മുഷാവറ യോഗം നിർത്തിവെക്കേണ്ടി വന്ന കരിദിനം എന്ന്? ഉത്തരം 1988 നവംബർ 19. സമസ്തക്കെതിരെ കൊടുത്ത കേസിൽ 1-ാം പ്രതിയായി രേഖപ്പെടുത്തിയത് ആരെ? ഉത്തരം പ്രസിഡന്റ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. സമസ്തക്ക് പ്രത്യേക രാഷ്ട്രീയമില്ലെന്നും വ്യക്തികൾക്ക് സ്വേഷ്ടപ്രകാരം രാഷ്ട്രീയത്തിൽ അംഗത്വം നേടാമെന്നും തീരുമാനമെടുത്തത് എന്ന്? ഉത്തരം 1979 ജൂലൈ 28. സമസ്ത മുഷാവറയുടെ പ്രഥമ അധ്യക്ഷൻ? ഉത്തരം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. സമസ്ത മുഷാവറയ്ക്ക് കീഴിൽ ഫത്വ കമ്മിറ്റി നിലവിൽ വന്നതെന്ന്? ഉത്തരം 1963 ഡിസംബർ മാസത്തിൽ. ഫത്വ കമ്മിറ്റിയുടെ പ്രഥമ കൺവീനർ ആരായിരുന്നു? ഉത്തരം കോട്ടുമല അബൂബക്കർ മുസ്ലിയാറും. സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നത് ആരുടെ കാലത്താണ്? ഉത്തരം മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ പ്രസിഡന്റായ കാലത്ത്. സമസ്തക്ക് കീഴിൽ സ്ഥാപിതമായ പ്രഥമ മദ്രസ? ഉത്തരം ബയാനുൽ ഇസ്ലാം മദ്രസ, പുതുപ്പറമ്പ്. സമസ്ത രൂപീകരണ വേളയിൽ വികാരനിർഭരനായി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നടത്തിയ പ്രാർത്ഥന? ഉത്തരം
നാഥ, സമസ്ത എന്ന മുബാറക്കായ ഈ സംഘത്തെ ഇമാം മഹദിയുടെ കീഴിൽ നീ അണിനിരത്തേണമേ. എനിക്ക് അത്തും പിത്തുമാണെന്ന് പറഞ്ഞവർക്കാണ് അത്തും പിത്തും. ആരുടെ വാക്കുകളായിരുന്നു ഇത്? ഉത്തരം, ഷേഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ. സമസ്തയിൽ ഉടലെടുത്ത ഭിന്നിപ്പിനെക്കുറിച്ച് ഷംസുൽ ഉലമ പ്രതികരിച്ചതെങ്ങനെ? ഉത്തരം, ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ ഒന്നിക്കാൻ പ്രയാസമാവും. മതമുള്ള മനുഷ്യനാണ് ജീവനുള്ള മനുഷ്യൻ. ഇത് ആരുടെ വാക്കാണ്? ഉത്തരം, KT മാനു മുസ്ലിയാരുടെ. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പറഞ്ഞതെന്താണ്? ഉത്തരം, മഹല്ലുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് രൂപം നൽകുക, അതാണ് മഹല്ല് ഫെഡറേഷൻ. നീതി നൽകുന്നവർക്കേ നീതിക്ക് വേണ്ടി വാദിക്കാനും അവകാശമുള്ളൂ. ആരുടെ വാക്കുകളാണിത്? ഉത്തരം, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഉലമാക്കളിലെ സൂര്യൻ, ഷംസുൽ ഉലമ എന്നറിയപ്പെട്ട മഹാൻ. ഉത്തരം, EK അബൂബക്കർ മുസ്ലിയാർ. സുന്നി തറവാട്ടിലെ കാരണവർ എന്ന അപരനാമം കരസ്ഥമാക്കിയ മഹാൻ. ഉത്തരം, KV കൂറ്റനാട് ഉസ്താദ്. സമസ്ത സെക്രട്ടറിയായിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അറിയപ്പെട്ടിരുന്നത് സൈനുൽ ഉലമ എന്ന പേരിലാണ്. എന്നാൽ ഇതേ പേരിൽ മുമ്പ് കാലത്ത് പ്രശസ്തനായ പണ്ഡിതൻ. ഉത്തരം, അണ്ടോണ K അബ്ദുള്ള മുസ്ലിയാർ. സമസ്തയുടെ ഉരുക്കു മനുഷ്യനാര്? ഉത്തരം, പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. സമസ്തയുടെ കമ്പ്യൂട്ടറായി അറിയപ്പെട്ടത് ആര്? ഉത്തരം, MM ബഷീർ മുസ്ലിയാർ. 6 വർഷക്കാലം സമസ്തയുടെ അമരത്തിരുന്ന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ അപരനാമം എന്തായിരുന്നു? ഉത്തരം, റഈസുൽ ഉലമാ. റഈസുൽ മുഹ്ഖിഖീൻ എന്ന പേരിൽ പ്രശസ്തനായത് ആര്? ഉത്തരം, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ.